ഇപ്പൊ നമ്മളിവിടെ നിരോധിക്കപ്പെട്ട മണി ചെയിൻ മോഡൽ, അതല്ലെങ്കിൽ വളരെ ഷോർട്ടായിട്ട് ക്വിക്കായിട്ട് ഇൻകം കിട്ടുന്ന പ്ലാനുകൾ, പിന്നെ അതേപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് മോഡുകൾ, ഒരിക്കലും സക്സസ് ആവാത്ത അല്ലെങ്കിൽ ഒരിക്കലും നിലനിൽപ്പില്ലാത്ത. അപ്പൊ ഇത് വരുന്ന സമയത്ത് ഇതിന്റെ പ്രൊജക്ഷൻ ഭയങ്കരമായിരിക്കും. ഇപ്പൊ 1 ലക്ഷം ഇടുന്നു, ആ 3 മാസം കൊണ്ട് അല്ലെ 2 മാസം കൊണ്ട് 2-3 ലക്ഷം രൂപ തിരിച്ചു കിട്ടുന്നു. പക്ഷെ 3 മാസം കഴിഞ്ഞാൽ കമ്പനി ഉണ്ടാവില്ല. ഇപ്പൊ നമ്മൾ അത് നമ്മളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുക. ഇപ്പൊ ഞാൻ ഹരീഷ് അടുത്ത് വന്നു, ഹരീഷിനോട് സംസാരിച്ചു, ഹരീഷ് നീ 1 ലക്ഷം രൂപ ഇട്ടോ, 1 ലക്ഷം രൂപ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മാസത്തിൽ 2000 രൂപ അല്ലെങ്കിൽ 5000 രൂപ തരാം. അത് കൂടാതെ ചിലപ്പോൾ എന്ത് ചെയ്യുക, 10 മാസം കഴിയുന്ന സമയത്ത് ഇത്ര തരാം. അത് ഞാൻ പറയുന്ന സമയത്ത് ഹരീഷ് ഒരിക്കലും കമ്പനിയെ കണ്ടിട്ടല്ല അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. പ്രജീഷും ഹരീഷും തമ്മിലുള്ള അത് വരെ ആ റിലേഷൻഷിപ്പ് എന്താണോ ആ റിലേഷൻഷിപ്പിനനുസരിച്ചിട്ടാണ് ഹരീഷ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇൻവെസ്റ്റ് ചെയ്തു. ഞാൻ ഇതേപോലെ തന്നെ ഹരീഷിനെ പോലെ ഒരു 10 പേരോട് ഞാൻ പറഞ്ഞു, 10 പേര് ഇൻവെസ്റ്റ് ചെയ്തു. അവര് 10 പേര് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ 10 ലക്ഷം രൂപയായി. എനിക്ക് ചിലപ്പോൾ അതിന്റെ കിട്ടിയിട്ടുണ്ടാവും 1 ലക്ഷം രൂപ എനിക്ക് ടോട്ടൽ ഇൻകം കിട്ടിയിട്ടുണ്ടാവും. ചിലപ്പോൾ 3 മാസം കഴിയുമ്പോൾ കമ്പനി ഉണ്ടാവില്ല. ഈ കമ്പനി ഇല്ലാതിരിക്കുന്ന സമയത്ത് ഈ 10 പേരും വരുന്നത് എന്റെ അടുത്തേക്കാണ്. അതിന്റെ കേസ് കാര്യങ്ങൾ ഇഷ്ടംപോലെ ഇപ്പൊ അങ്ങനെ നടക്കുന്നതുണ്ട്, ഇനി വരാനിരിക്കുന്നതുണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് പബ്ലിക് കാണുന്നത് ഏതാണ്? പബ്ലിക് ഏറ്റവും കൂടുതൽ കാണുന്നത് ഈ ഇതിനെയാണ്. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും നമ്മളൊരു ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ നല്ല കമ്പനികളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയൊരു ചോദ്യം ഞാൻ കേട്ടിട്ടുണ്ട്. ഇത് ഏത് കമ്പനിയാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഇഷ്ടംപോലെ കമ്പനികൾ ഇന്ത്യയിലുണ്ട്. അപ്പൊ ആ കമ്പനികളിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അഭിമുഖീകരിക്കുന്ന ചോദിക്കും, നിങ്ങൾ ഇപ്പൊ ചെയ്ത മണി ചെയ്യുന്നതാ അല്ലെ? ആ രീതിയിലാണ് ആളുകളുടെ മൈൻഡിൽ കയറിയിട്ടുള്ളത്. ഇത്തരത്തിലുള്ള നെഗറ്റീവ് ആയിട്ടുള്ള കമ്പനികളെ കുറിച്ച് അവർക്ക് അതുകൊണ്ട് വന്നിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ഫിനാൻഷ്യൽ ലോസ്, റിലേഷൻഷിപ്പിൽ വരുന്ന പ്രശ്നങ്ങൾ. അപ്പൊ ആ പ്രശ്നങ്ങളാണ്